നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ തുടർ എന്ന സിനിമ നമ്മുടെ ഇൻഡസ്ട്രി ഈ വർഷത്തെ ആദ്യത്തെ ഇൻഡസ്ട്രി ഹിറ്റാണ്. ഭയങ്കര ബോക്സ് ഓഫീസ് കളക്ഷൻ മേടിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് കളക്ഷൻ മേടിച്ച് ഒരു പടമാണ്. കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടമാണ്. അതിനെ പൊട്ടിച്ചൊരു പടമുണ്ട്, അതിലേക്ക് വരാം. അപ്പം അവരുടെ സക്സസ് സെലിബ്രേഷൻ നടന്നു. അവർ നല്ല വർണ്ണാഭരണമായിട്ട് നല്ല രീതിയിൽ തന്നെ പരിപാടി നടത്തി. അത് നല്ലൊരു കളക്ഷൻ വാരി കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു വാരി ഈ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റുമാണ്. ഫസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റാണ് ഈ വർഷത്തെ. അവർ അടിയിലോട്ട് അടിച്ച് പൊളിച്ച് ലാലേട്ടനും ശോഭനും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച്. അതിൻ്റെ ഡയറക്ടർ തരുമൂർത്തി ഉണ്ടായിരുന്നു, എല്ലാ അണിയർ പ്രവർത്തനം ഉണ്ടായിരുന്നു, ടെക്നീഷ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു, പ്രകാശ് വർമ്മ എല്ലാവരും ഉണ്ടാകും. അതിൻ്റെ പ്രൊഡ്യൂസറായ രഞ്ജിത്ത് അടിച്ച് തകർത്തുണ്ട്. ഇന്നലത്തെ പരിപാടി പൊളിച്ചടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റാണ്, ഫസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റാണ്. തുടരും ടോപ്പ് കളക്ഷനുമാണ് കേരളത്തിലെ. പക്ഷേ അതിനൊക്കെ കടത്തി വിട്ടൊരു പടമുണ്ട്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവരിങ്ങനെ ഇത്രയും വലിയ സക്സസ് സെലിബ്രേഷൻ നടത്തുക, അതിനുള്ള അർഹതയുണ്ട്. ഇതൊക്കെയാണ് സക്സസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞത്. അതിന് അർഹതയുണ്ട്. കാര്യം കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റ് മേടിച്ച് നല്ലൊരു കാശും വരി സക്സസ് ആയ പടമാണ്. അപ്പോൾ അതിനൊക്കെ പരിപാടി സക്സസ് പരിപാടി വെക്കുന്നത് അന്തസ്സുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. അല്ലാതെ 1-2 ദിവസം ഓടിയിട്ട് ചുമ്മാ കുറേ തള്ളിയിട്ട് വന്ന് സക്സസ് സെലിബ്രേഷൻ നിൽക്കുന്ന കുറേ പടങ്ങളുണ്ട്. അതൊക്കെ ചുമ്മാ നടത്തുന്നതാണ്. ഇതൊക്കെയാണ് സക്സസ് സെലിബ്രേഷൻ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ട്. അറിയാമെന്ന് നിങ്ങൾക്കറിയാലോ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അതിനെ പ്രൊഡ്യൂസറാണെന്നറിയാലോ, വേഫർ ഫിലിംസ്, അതായത് ദുൽഖർ സൽമാൻ. ഇനി ഒന്നൊന്നര സക്സസ് സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണാം. അതായത് ഈ വർഷത്തെ ഫസ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റാണ് തുടരും. സെക്കൻഡ് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് വന്നതാണ് ലോക. പക്ഷേ ഈ വർഷത്തിൽ നല്ല മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലെ ഏറ്റവും ടോപ്പ് കളക്ഷൻ മേടിച്ച പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. തുടരുമായിരുന്നു, പക്ഷെ തുടരിനെ എടുത്തിട്ട് മലത്തി അടിച്ച് ലോക ചാപ്റ്റർ 1 ചന്ദ്രയായി. കല്യാണി പ്രീഷ നായികയായി ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം. അതാണിപ്പം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. അതുകൂടാതെ വേറെ റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് കൂടാതെ വേറെ റെക്കോർഡുണ്ട്. മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെ എടുത്ത് നോക്കിയതിനാണ് മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് കളക്ഷനാണ് നിൽക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. 300 കോടി കളക്ഷൻ മേടിച്ച് നിൽക്കുകയാണ്. അതും ഒരു റെക്കോർഡാണ്. അപ്പോൾ തുടരിനൊക്കെ എടുത്ത് മരത്തി അടിച്ച് തുടരിൻ്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിനെയും പൊട്ടിച്ച് വേൾഡും പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച് ഏറ്റവും റെക്കോർഡ് നിൽക്കുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് മേടിച്ച് ഏറ്റവും വലിയ ഹിറ്റ് മേടിച്ചിരിക്കുന്ന പടം ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. അപ്പോൾ ഇവർ ഇത്രയും വലിയ സക്സസ് സെലിബ്രേഷൻ നടത്തി ഇനി ദുൽഖർ സൽമാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞ പടം, എന്നിട്ടും തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഈ മാസം 31-ാം തീയതി OTT റിലീസ് ആണ്. എല്ലാം കൊണ്ടും 450 കോടിയെങ്കിലും കളക്ഷൻ മേടിക്കും. തിയേറ്റർ കളക്ഷൻ തന്നെ 300 കോടി മുകളിൽ പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് സക്സസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞത്. അതായത് പടവും ഹിറ്റായി ഇപ്പോഴും ഓടുന്നുണ്ട്, OTTക്കും നല്ല തുക കൊടുത്ത് 300 കോടി മുകളിലുമായി ഇൻഡസ്ട്രി ഹിറ്റ് മേടിച്ച് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ടോപ്പ് കളക്ഷനുമായി മലയാള സിനിമ തന്നെ ഏറ്റവും ടോപ്പ് കളക്ഷനായി എല്ലാം അടിച്ച് റെക്കോർഡും ലോകയുടെ വരില്ല. ഇതൊക്കെയാണ് സക്സസ് സെലിബ്രേഷൻ. ഇപ്പോൾ തുടർ ചെയ്തില്ലേ അന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ സക്സസ് സെലിബ്രേഷൻ വരാൻ കിടക്കുന്നുണ്ട്. അത് ദുൽഖർ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദുൽഖറിൻ്റെ പരിപാടി നിങ്ങളാണ്. തുടരിനൊക്കെ 10 ഇരട്ടി മുകളിൽ ഇങ്ങനെ പ്രൊമോഷനും പരിപാടിയായിരിക്കും, സക്സസ് സെലിബ്രേഷൻ ആയിരിക്കും ഇനി ലോകയ്ക്ക് വരാൻ പോകണേ. ഒന്നൊന്നര പരിപാടിയായിരിക്കും. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണത് പോയി. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന സക്സസ് സെലിബ്രേഷൻ. അല്ല കുറേ ചവറ പടങ്ങൾ പൊട്ടിയിട്ട് അതിനെ കുറേ സക്സസ് സെലിബ്രേഷൻ നടത്തുക, കുറേ മൊമെൻറ്റുകൾ കൊടുക്കുക, അതിലൊന്നുമില്ല കാര്യം. ഇതൊക്കെയാണ് സക്സസ് സെലിബ്രേഷൻ. അപ്പോൾ തുടര് കഴിഞ്ഞുകൊണ്ട് ഇനി തുടര് രഞ്ജിത്ത് തകർത്ത് വാരി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ട് 10 മടങ്ങ് ഞാൻ ദുൽഖർ ചെയ്യാൻ പോണേ. അത് 100 ഞാൻ കണ്ടപ്പോൾ പറയാം ചെയ്തു. ദുൽഖർ സക്സസ് സെലിബ്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്തോ ആയിരിക്കും ഞാൻ ആലോചിക്കുകയും ചെയ്ത്. ചിന്തിക്കാനും പറ്റത്തില്ല. അമ്മാരി സക്സസ് സെലിബ്രേഷൻ ആയിരിക്കും ദുൽഖർ നടത്താൻ പോണേ. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞില്ലേ, ഉടനെ കാണും. അപ്പം നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പം അതിൻ്റെ മലയാള സിനിമ ഇൻഡസ്ട്രി ഹിറ്റ്, പിന്നെ വേൾഡ് 300 കോടി എല്ലാ റെക്കോർഡ് ഇപ്പം ലോകയുടെ വരില്ല, അല്ല തുടരുന്ന വരില്ല. തുടരുന്നൊക്കെ മലത്തി അടിച്ച് കളഞ്ഞ് കേരള ബോക്സ് ഓഫീസിനൊക്കെ. അതാണ് ലോക. അപ്പോൾ ലോകയുടെ സക്സസ് സെലിബ്രേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കട്ട വെയിറ്റിംഗ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പിന്നെ ഒരു ഉപകാരം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, ഒന്ന് ലൈക്ക് അടിച്ചേക്കണം, ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം.